ഹായ് പ്രിയപ്പെട്ടവരെ, ഞാൻ ഒത്തുപള്ളി ബഷീർ. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. 16ാമത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ കേരളത്തിൽ കഴിഞ്ഞത്. ഇപ്പോൾ ജനവിധികളൊക്കെ പെട്ടിയിലായി. മെയ് 4 വരെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ്. കാളികാവിലെ 3 യുവജന സംഘടനകളിലെയും നേതാക്കന്മാരുമായിട്ട് നമുക്കൊരു ചെറിയ അവലോകനം നടത്തി വെക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ അതിഥി കാളികാവ് യൂത്ത് ലീഗ് പഞ്ചായത്തിന്റെ ജനറൽ സെക്രട്ടറി അമാനുള്ള അമ്പലക്കടവാണ്. അമാനുള്ള, സ്വാഗതം. നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഫീൽഡ് വർക്കൊക്കെ കഴിഞ്ഞു. നിങ്ങളൊരു യൂത്ത് ലീഗിന്റെ, മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയാണെങ്കിലും ഈ മണ്ഡലം വരുന്നത് കോൺഗ്രസിന്റെ മണ്ഡലം. ഫീൽഡ് വർക്കുകളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഫീൽഡ് വർക്കൊക്കെ സജീവമായിരുന്നു. പ്രത്യേകിച്ച് അമ്പലക്കടവിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ UDF ശക്തമായിട്ട് തന്നെ മത്സരരംഗത്തുണ്ടായിരുന്നു. LDFിൻ്റെ സ്ഥാനാർത്ഥിയെ UDF ഒറ്റക്കെട്ടായി നിന്നിട്ടാണ് പരാജയപ്പെടുത്തിയത്. അതിൻ്റെ ഒരു തുടർച്ചയാണെന്നാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്പലക്കടവിൽ നിന്നല്ല, മൊത്തത്തിൽ കാളികാവ് പഞ്ചായത്തിലും വണ്ടൂർ നിയോജകമണ്ഡലത്തിലൊക്കെ UDF വളരെയധികം ശക്തി. ഈ വർഷം എല്ലാവരും പൊതുവെ പറയുന്നത് വണ്ടൂർ മണ്ഡലത്തിൽ അനിൽകുമാറിന് ജയിക്കും, പക്ഷെ ഭൂരിപക്ഷം കുറയുന്നതാണ്. അമ്മാനൂന് എന്താണ് അതിനെ കുറിച്ചുള്ള അഭിപ്രായം? വണ്ടൂർ മണ്ഡലത്തിൽ 2021 സംബന്ധിച്ചിടത്തോളം മൊത്തത്തിൽ കേരളം മുഴുവൻ ഒരു LDF തരംഗമായിരുന്നു. ആ LDF തരംഗം ആ ഒരു തരംഗം പ്രാവശ്യം ഉണ്ടാകാൻ യാതൊരുവിധ സാഹചര്യമില്ല. പ്രത്യേകിച്ച് LDF തരംഗത്തിൽ തന്നെ ഏകദേശം 15,000-ന്റെ അടുത്ത് വോട്ടിൽ അനിൽകുമാർ ഇവിടുന്ന് ജയിച്ചു കയറിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ അതിനു മുമ്പുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ട് കഴിഞ്ഞു, അത് വരുമ്പോൾ ഭൂരിപക്ഷം ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. ഈ പ്രാവശ്യം MLA ഒരുപാട് ആരോപണങ്ങൾക്ക്, പ്രത്യേകിച്ച് വാണിയമ്പലം റെയിൽവേ ഗേറ്റുമായിട്ട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ MLA ഉണ്ട്. അപ്പൊ ഈ പ്രാവശ്യം അവരൊക്കെ കണക്ക് കൂട്ടുന്നത് ജയിക്കില്ലെങ്കിലും 10,000-ൽ താഴെ ഭൂരിപക്ഷം കൊണ്ടുവന്നാലും ഒരു ജയിച്ച മാതിരിയാണ്. LDFിനെ സംബന്ധിച്ചിടത്തോളം അത് തന്നെയാണ് അവർ പറയാ. കാരണം കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ആർക്കും എടുത്തു നോക്കി കഴിഞ്ഞാൽ ഒരു പഞ്ചായത്തും വണ്ടൂർ നിയോജകമണ്ഡലത്തിൽ LDFിന്റെ കയ്യിൽ ഇപ്പം നിലവിലില്ല. അതേപോലെ തന്നെ LDFിന്റെ ഒരു ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ ഒന്നടങ്കമുണ്ട്. അപ്പോൾ എന്തായാലും കഴിഞ്ഞ വർഷത്തേക്കാൾ എന്നല്ല, നല്ലൊരു ഭൂരിപക്ഷത്തോടു കൂടി അനിൽകുമാർ ജയിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട്. അതിൽ വാണിയമ്പലം റെയിൽവേ ഗേറ്റ് ഒരു ന്യൂനതയായിട്ട് അനിൽകുമാറിന് വരാൻ സാധ്യതയില്ല. കാരണം അനിൽകുമാറിനെ സംബന്ധിച്ചിടത്തോളം അനിൽകുമാർ MLA എന്നുള്ള നിലക്ക് പലപ്പോഴായിട്ട് നിയമസഭയിൽ പാലത്തിന് വേണ്ടി സംസാരിച്ചിട്ടുണ്ട്. പിന്നെ വാണിയമ്പലം ഗേറ്റിനെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ തൊട്ടടുത്തുള്ള മേലാറ്റൂർ വന്നിട്ടുണ്ട്, നിലമ്പൂർ വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നിലമ്പൂരിൽ LDFിൻ്റെ MLA ആയിരുന്നു നിലവുണ്ടായിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും LDF ഭരിക്കുമ്പോൾ LDFിൻ്റെ ഒരു MLAക്ക് എന്തായാലും അങ്ങനെയാണെങ്കിൽ പട്ടിക്കാട് വരുന്നത് പെരിന്തൽമണ്ണയിലല്ലേ? പക്ഷെ അവിടെ സ്ഥലം ഏറ്റെടുപ്പിനോ മറ്റുള്ള കാര്യങ്ങൾക്കോ പ്രശ്നമില്ല. കാരണം പട്ടിക്കാട് മേൽപ്പാലം വരുന്ന ആ ഒരു സ്ഥലം നോക്കിക്കഴിഞ്ഞാൽ വാണിയമ്പലത്തിനെ പോലെ ഒരു കുടിസായിട്ടുള്ള ഒരു അങ്ങാടിയായിട്ട് പട്ടിക്കാട് വരുന്നില്ല. അതേപോലെ തന്നെ ഒരുപാട് ബിൽഡിങ് ഓണേഴ്സിൻ്റെ പ്രശ്നങ്ങൾ അവിടെ ഇല്ല. അതേപോലെ തന്നെ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പട്ടിക്കാട് ഇല്ലാത്തതുകൊണ്ടാണ്. കാരണം ഒരുപാട് റെയിൽവേൻ്റെ സ്ഥലത്തുനിന്ന് ഒരുപാട് മാറിയിട്ടാണ് പട്ടിക്കാട് അങ്ങാടി തന്നെ വരുന്നത്. പക്ഷെ നേരെ മറിച്ച് വാണിയമ്പലം അങ്ങനെയല്ല. ഒരുപാട് പരിമിതികൾ ഏത് സർക്കാരിനായാലും, ഇപ്പോൾ UDF സർക്കാർ വന്നാലും അതിന് തൊട്ട് മുമ്പുള്ള LDF സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന LDF സർക്കാരിനാണെങ്കിലും അതിൻ്റെതായിട്ടുള്ള പരിമിതികൾ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാവും. 27 സീറ്റിൽ മുസ്ലിം ലീഗ് എത്ര സീറ്റിൽ വിജയിക്കും? ഏകദേശം 20 എന്തായാലും ഷുവർ തന്നെയാണ്. മലപ്പുറവും അതേ 2 സീറ്റായി 7 പറയണ്ട, 20 ഷുവർ അല്ലേ? 20 ഷുവർ. 2 പറയണം, തോൽക്കാൻ സാധ്യതയില്ല. അതെന്തായാലും തോൽക്കാൻ സാധ്യത UDF കാരനെ സംബന്ധിച്ചിടത്തോളം ലീഗിനെ പ്രതിനിധി എല്ലാവരും ജയിക്കട്ടെ എന്നാണ് എൻ്റെ കണക്കൂട്ടല് എന്നുള്ളതല്ല. കാരണം ഒരു പുനലൂര്, അതേപോലെ തന്നെ ചേലക്കര പോലെയുള്ള മണ്ഡലങ്ങൾ LDFിന് വേരോട്ടമുള്ള മണ്ഡലങ്ങളാണ്. അതേപോലെ മലപ്പുറം ജില്ലയിൽ ഏതെങ്കിലും മുസ്ലിം ലീഗ് തോൽക്കുന്ന സീറ്റുണ്ടോ? ഒരു സാധ്യതയില്ല നിലവിലെ സംബന്ധിച്ചിടത്തോളം. കോഴിക്കോട് ജില്ലയിൽ ടൈറ്റ് മത്സരങ്ങൾ വേങ്ങര എന്തായാലും കെംഷാജി നല്ല ഭൂരിപക്ഷത്തോട് ജയിച്ചു കയറും. പിന്നെ വേങ്ങര നാട്ടുകാരനായ സ്വഭാവത്തിന്റെ സ്ഥാനാർത്ഥിയായപ്പോഴാണ്, രണ്ടും ഒരു നാട്ടുകാരൻ എന്ന നിലക്ക് വന്നപ്പോഴാണ് രണ്ടും ഒരു നാട്ടുകാരൻ. PK കുഞ്ഞാലിക്കുട്ടി കാലങ്ങളായിട്ട് മത്സരിക്കുന്ന മണ്ഡലമാണ് വേങ്ങര. ആ വേങ്ങരയിൽ നിന്ന് തന്നെ ഒരു നാട്ടുകാരൻ വന്നു, സ്വഭാവ്. ആ സ്വഭാവ് വേങ്ങരയിൽ നിന്നപ്പോൾ കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്തേക്ക് വന്നു, പകരം KM ഷാജിനെ അവിടെ കൊണ്ടുവന്നിട്ട്. അപ്പോൾ പുറത്തു നിന്നുള്ളൊരു സ്ഥാനാർത്ഥി, ഒരു അതിഥി സ്ഥാനാർത്ഥി എന്ന നിലക്ക് അത് വേങ്ങരയെ ബാധിക്കൂലേ? പുറത്തു നിന്നുള്ളൊരു സ്ഥാനാർത്ഥി എന്നുള്ള നിലക്ക് കുഞ്ഞാപ്പാന്റെ ഭൂരിപക്ഷം ഷാജി കിട്ടുമോ? കുഞ്ഞാപ്പ എൻ്റെ ഭൂരിപക്ഷം ഷാജി കിട്ടുമോ വെച്ച് കഴിഞ്ഞാൽ രണ്ടും രണ്ട് തട്ടിലെ പോലെയാണ്. കാരണം മലപ്പുറം ഒന്ന് വേങ്ങരയാണ്. മലപ്പുറത്തിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിൻ്റെ ഈറ്റിലുമാണ്. അപ്പോൾ അവിടെ എന്തായാലും ഭൂരിപക്ഷം കുഞ്ഞാപ്പാനെ സംബന്ധിച്ചിടത്തോളം കൂടാനേ സാധ്യതയുള്ളൂ. പിന്നെ വേങ്ങര മണ്ഡലത്തിൽ കുഞ്ഞാപ്പ നിന്നപ്പോൾ ഉള്ള ലീഡ് ഷാജിക്ക് കിട്ടുമോ എന്നുള്ള ചോദ്യങ്ങളാവും.
വേങ്ങര മണ്ഡലത്തിനെ സംബന്ധിച്ചിടത്തോളം വേങ്ങര മണ്ഡലത്തിന്റെ പൾസറിഞ്ഞൊരു നേതാവ് കൂടിയാണ് പി.കെ. കുഞ്ഞാലിക്കുട്ടി. അപ്പോൾ കുഞ്ഞാപ്പയുടെ ഭൂരിപക്ഷം ഷാജിക്ക് കിട്ടുമോ, ഷാജി കുഞ്ഞാപ്പയുടെ പിൻഗാമിയാണോ എന്നുള്ള ചോദ്യത്തിന് അവിടെ ഒരു പ്രസക്തി ഉണ്ടാവില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും രണ്ട് വ്യക്തിത്വങ്ങളാണ്. അപ്പോൾ ആ രീതിയിൽ തന്നെ ആയിരിക്കും വോട്ടർമാർ കാണാം. പിന്നെ ഷാജിനെ സംബന്ധിച്ചിടത്തോളം ഷാജി നമ്മുടെ പ്രാസംഗികപരമായിട്ടുള്ള കഴിവുകളും അതേപോലെ തന്നെ നിരന്തരം LDFനെ താറടിക്കുന്ന രൂപത്തിലുള്ള പ്രസംഗങ്ങളും അതേപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെയുമായിട്ട് LDF സർക്കാരിനെതിരെ വരുന്ന ഒരാളാണ്. കുഞ്ഞാപ്പ എന്ന നേരെ തിരിച്ച് തനത് ശൈലിയിൽ LDFനെ വിമർശിക്കുന്ന ആളാണ്. അപ്പോൾ ഷാജിയെ പരാജയപ്പെടുത്താൻ ഏതറ്റം വരെ പോകാനും LDF തയ്യാറാവും. അപ്പോൾ ആ രീതിയിൽ STPന് കൂട്ടുപിടിച്ചിട്ട് അതേപോലെ തന്നെ മറ്റുള്ള ഷാജിക്ക് മുസ്ലിം ലീഗിന്റെ വോട്ട് മാത്രമാണ്, മറ്റുള്ള എല്ലാവരും ഷാജിക്ക് മുസ്ലിം ലീഗിന്റെ വോട്ട് മാത്രമാണെന്നുള്ളത് UDFന്റെ മുന്നണി സംവിധാനത്തിൽ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം കോൺഗ്രസിന്റെ നല്ല ഭൂരിഭാഗം വോട്ടുകളും ഷാജിക്ക് UDF എന്നുള്ള നിലക്ക് എന്തായാലും ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു ഭരണവിരുദ്ധ വികാരം കൂടി ഉണ്ടാവും. അപ്പൊ അവിടെ ഷാജി എന്തായാലും നല്ല ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കാൻ സാധ്യത. ട്രെൻഡ് സഭാഹായിരുന്നു, പ്രചരണങ്ങൾ ട്രെൻഡ് സ്വഭാവമായിരുന്നു എന്നുള്ളതിന് ഒരു ഇത് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം എന്താ വെച്ചാൽ നല്ല രീതിയിൽ പ്രചരണം നടത്തിയിട്ട് ഒരുപാട് ആളുകൾ തോറ്റ ചരിത്രങ്ങളുണ്ട്. അപ്പോൾ ആ രീതിയിൽ അതിനെ കണ്ടാൽ മതി. കാരണം പ്രചരണങ്ങൾ പണത്തിൻ്റെ പിന്നാലെ പോകുന്ന ആളുകളായതുകൊണ്ട് തന്നെ അവർക്ക് ഏത് രീതിയിൽ പ്രചരണം നടത്തണം എന്നുള്ളത് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട്. അപ്പോൾ അതേ രീതിയിൽ മറ്റുള്ള ആളുകളൊക്കെ കൊടുത്തിട്ട് എന്തായാലും നിയമസഭയിലേക്ക് മത്സരിക്കാൻ വരുന്ന TP അഷ്റഫ് അലിക്ക് മുസ്ലിം ലീഗിന്റെ ഒരു ഉറച്ച സീറ്റ് കൊടുത്തതിനെ കുറിച്ചാണ് പേടി കൊണ്ട് കൊടുത്താണ്, അത് മറ്റുള്ള എന്തെങ്കിലും ഒച്ചവിളികളൊക്കെ കൊണ്ട്? ഒരിക്കലും അല്ല. കാരണം കന്യാംഗത്തിൽ എന്നുള്ള ഒരു നിലപാടില്ല. കാരണം ജില്ലാ പഞ്ചായത്തിലേക്ക് TP അഷ്റഫ് അലി നമ്മുടെ ഡിവിഷനിൽ തന്നെ, കരുവാരം ഡിവിഷനിൽ തന്നെ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കിയതാണല്ലോ, ഓരോ ആളുകളായിട്ട് ഉണ്ടാക്കിയതാണ് വിവാദങ്ങൾ. ആ ഒരു വിവാദങ്ങൾ പിന്നെ ഒരു തുടർച്ച ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടല്ല. അല്ലല്ല, ഒരിക്കലും അല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ TP അഷ്റഫ് അലി നല്ല മികച്ചൊരു സംഘാടകനാണ്, നേതാവാണ്. ദേശീയ യൂത്ത് ലീഗിന്റെ ജനറൽ സെക്രട്ടറി ആണ്. മാത്രമല്ല MSFന്റെ പ്രസിഡന്റായിട്ടും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ TP അഷ്റഫ് അലി MSFലും യൂത്ത് ലീഗിലൊക്കെ നിന്ന സമയത്ത് ചെയ്തിട്ടുണ്ട്. മികച്ചൊരു സംഘാടന മികവുണ്ട് എന്നുള്ള നിലക്കാണ് കൊണ്ടോട്ടി പോലെയുള്ള മണ്ഡലങ്ങൾ അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ളത്. പ്രത്യേകിച്ച് കരിപ്പൂർ എയർപോർട്ട്, അതേപോലെ തന്നെ ഒരുപാട് വിവിധ വിദ്യാഭ്യാസ മേഖലകൾ, എന്താ പറയുക, ഒരുപാട് മേഖലകൾ കൊണ്ടോട്ടിയുമായി സംബന്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കൊണ്ടോട്ടി പ്രത്യേകിച്ച് അഷ്റഫ് അലി കൊടുക്കാനുള്ള സാധ്യത. UDF മൊത്തം VD സതീശൻ പറഞ്ഞ പോലെ 100 സീറ്റിന് 100+ ആണ്. അത് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു എന്നുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞത്, ഞാൻ ഫേസ്ബുക്കിൽ 2 ദിവസം മുമ്പ് തന്നെ ഇലക്ഷന്റെ പിറ്റേന്ന് തന്നെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു മൈപോൾ സർവേ എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഞാൻ അറിയിച്ചിട്ടുണ്ട്. ഒരു 72 മുതൽ ഒരു 86, 84 വരെ സീറ്റ് UDF മുഖ്യമന്ത്രി എന്തായാലും ഇപ്പൊ നിലവിലെ പ്രതിപക്ഷ നേതാവ് VD സതീശനാവട്ടെ എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. മുസ്ലിം ലീഗിന് 5 മന്ത്രികൾ ഉണ്ടാവും, 4 മന്ത്രി, എന്താണ് അഭിപ്രായം? മുസ്ലിം ലീഗ് മന്ത്രി വന്ന സമയത്ത് വിവാദങ്ങൾ ഉണ്ടായതാണ്. അപ്പൊ ഇനി അത്രയും ഐക്യമായി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ UDFന്റെ ഏറ്റവും ഉറച്ചൊരു ഘടകകക്ഷി തന്നെ മുസ്ലിം ലീഗാണ്. 5 സീറ്റ് ചോദിച്ചാൽ എന്തായാലും കോൺഗ്രസ് കൊടുക്കും. അതിനെ സംബന്ധിച്ചൊരു വിവാദം ഉണ്ടാകാനുള്ള സാധ്യതയില്ല. കാരണം മുസ്ലിം ലീഗ് UDFലെ ഏറ്റവും പ്രബലമായൊരു ശക്തിയാണ്. എന്തായാലും 20 സീറ്റ് കൂടുതൽ മുസ്ലിം ലീഗിന് ഉണ്ടാകുമ്പോൾ 5 മന്ത്രിസ്ഥാനത്തിൽ എന്തായാലും അർഹത ഉണ്ടല്ലോ. അപ്പോൾ അത് നൽകും തന്നെയാണ്, അതല്ലെങ്കിൽ അതിന് അർഹത ഉണ്ട് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം ചോദിക്കാൻ സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ് പാർട്ടി നേതൃത്വം അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള അമാനുവിന്റെ കാഴ്ചപ്പാട്, തങ്ങളൊരു അധ്യാപകനാണ്, കഴിഞ്ഞ വർഷത്തെ വിദ്യാഭ്യാസ മന്ത്രി കുട്ടികൾക്കും അതുപോലെ അധ്യാപകർക്കിടയിൽ വളരെ ഒരു പബ്ലിക് ഇമേജ് ഉണ്ടാക്കിയ ഒരാളാണ്. സ്കൂളിൽ ഒരുപാട് പരിഷ്കാരങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ മുസ്ലിം ലീഗ് UDFും ഭരിക്കുന്ന സമയത്ത് മുസ്ലിം ലീഗിനാണ് വിദ്യാഭ്യാസ മന്ത്രി ലഭിക്കുക. അമാനുവിന്റെ കാഴ്ചപ്പാട്, ഒരു അധ്യാപന നിലക്ക് ആരാവണം വിദ്യാഭ്യാസ മന്ത്രി? എന്റെ കാഴ്ചപ്പാടിനെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയാണല്ലോ അതിലൊരു തീരുമാനം എടുക്കേണ്ടത്. ആഗ്രഹം ഉണ്ടാവില്ല ഇന്നയാളായാൽ? അങ്ങനെ ഒരു പ്രത്യേകിച്ച് ആഗ്രഹമൊന്നുമില്ല. കാരണം കാന്തപുരം വിദ്യാഭ്യാസ മന്ത്രിയാണ്. അപ്പൊ അമാനുവിന് അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടാവില്ല ആരാവണം? ലീഗിന്റെ ഇപ്പൊ സ്ഥാനാർത്ഥി പട്ടിക നോക്കിയാൽ അറിയാം, ഓരോരുത്തരും ഒന്നിനൊന്നിനും മികച്ച ആളുകളാണ്. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ അതിൽ ഇന്ന ആള് വിദ്യാഭ്യാസ മന്ത്രി ആവട്ടെ, ഇന്ന ആള് മറ്റുള്ള വകുപ്പ് കൈകാര്യം ചെയ്യട്ടെ എന്നുള്ള പറയാനുള്ള ഒരു അർഹത പ്രത്യേകിച്ച് സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനെക്കുറിച്ച് എന്തായാലും പാർട്ടി ഒരു തീരുമാനം എടുക്കും. മികച്ച ഒരു വിദ്യാഭ്യാസ മന്ത്രിയും അതേപോലെ തന്നെ ലീഗിന് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന വകുപ്പും UDF തലത്തിൽ ഉണ്ടാവും എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ
ഈ ഒരു സംഭവത്തിൽ പങ്കെടുത്തതിന് താങ്ക് യു. Thank you.